ഹലോ ഗായ്സ്, വെൽക്കം ടു ആൻസസ് വ്യൂസ്. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ഞാൻ എൻ്റെ OnePlus 60 എന്നുള്ള ഫോണിൽ മൊബൈൽ സ്കിൻ ഒട്ടിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം. അതുകൊണ്ടുള്ള ഉപകാരങ്ങൾ എന്തൊക്കെയാണ്, ഒട്ടിക്കാനുള്ള കാരണം എന്തൊക്കെയാണ്, ഇതെങ്ങനെ ഒട്ടിക്കാം എന്നുള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ മകനുണ്ട് സൈഡിൽ, അപ്പോൾ ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, ക്ഷമിക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു പുതിയൊരു സെറ്റ് വാങ്ങുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് അതിന് നല്ല രീതിയിലുള്ളൊരു പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളൊരു കാര്യം. കൂടെ ഒരു ബാക്ക് കവർ കിട്ടാറുണ്ട് ചില ഫോണുകളിലൊക്കെ, നമ്മളത് യൂസ് ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്റ്റേണലി ഒരു കേസ് അല്ലെങ്കിൽ ബാക്ക് കവറോ വാങ്ങിയിട്ട് ഇടാറുണ്ട്. ഗൊറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷനൊക്കെ ആയിരിക്കും, എന്നാലും നമ്മൾ അങ്ങനെ ചെയ്യും, ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ. പിന്നെ ഫ്രണ്ടിലും ടെമ്പേർഡ് ഗ്ലാസ് ഒട്ടിക്കാറുണ്ട്. ഇങ്ങനെയൊക്കെ നല്ല രീതിയിൽ പ്രൊട്ടക്ഷൻ കൊടുക്കാറുണ്ട് നമ്മൾ. ഇങ്ങനെ ചെയ്താൽ ഏകദേശം ടെമ്പേർഡ് ഗ്ലാസും ബാക്ക് കവറും ഇട്ടാൽ നല്ല രീതിയിലുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കും എന്നാണ് നമ്മുടെ പൊതുവെയുള്ള ധാരണ. ഇങ്ങനെയുള്ള ഇതേ ഒരു ധാരണയിലാണ് ഞാൻ എൻ്റെ OnePlus 60, അതിന് ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 6 ആണ് വരുന്നത്, ബാക്കിൽ ഗൊറില്ല ഗ്ലാസ് 5ഉം. അപ്പോൾ നല്ല രീതിയിലൊരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ ആയിട്ട് വിചാരിച്ച് ഇതിൻ്റെ കൂടെ ഒരു ബാക്ക് കവർ വരുന്നുണ്ട്, അത് യൂസ് ചെയ്തു. പുറമെ ഒരു ടെമ്പേർഡ് ഗ്ലാസ് ഒട്ടിച്ചു. അങ്ങനത്തെ രീതിയിലാണ് ഞാൻ ഉപയോഗിച്ച് വരുന്നത്. ഏകദേശം 1 വർഷത്തിന് മുകളിലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇടയ്ക്കൊക്കെ ഈ ബാക്ക് കവറിനുള്ളിൽ പൊടി കയറാറുണ്ട്, അത് നമ്മൾ ക്ലീൻ ആക്കാറൊക്കെ ഉണ്ട്. പക്ഷേ ഞാനിപ്പോൾ ഏകദേശം 1 വർഷം കഴിഞ്ഞ് ഈ ഫോണിന് എല്ലാം ക്ലീൻ ആക്കുന്നതിടക്ക് ഇതിൻ്റെ അരികുകളിലൊക്കെ ആയിട്ട് ഒരു പെർമനൻ്റ് ആയിട്ടുള്ള സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ കാണാൻ സാധിച്ചു. ഒരു പെർമനൻറ്റ് സ്ക്രാച്ച് പോലെയല്ല, ഒരു മാർക്കിംഗ് പോലെ. അതായത് ബാക്ക് കവറിൽ നിന്നും ഈ പൊടി നിറഞ്ഞിട്ട് അത് വഴി ഉണ്ടാകുന്ന ഒരു പെർമനൻറ്റ് മാർക്ക്, നമ്മൾ എങ്ങനെ തുടച്ചാലും അത് പോകാത്ത രീതിയിലുള്ള ഒരു മാർക്കായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എത്ര ഗൊറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നിരുന്നാൽ പോലും, അതേപോലെ തന്നെ നമ്മൾ ബാക്ക് കവർ ഇട്ട് ഫ്രണ്ടിൽ ടെമ്പേർഡ് ഗ്ലാസ് ഒട്ടിച്ച് എന്നിരുന്നാൽ പോലും ഫോൺ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിനുള്ളിൽ പൊടിയൊക്കെ കയറിയിട്ട് ക്രമേണ ഫോണിന് ചെറിയ രൂപത്തിലുള്ള ഇതേപോലുള്ള പെർമനൻറ്റ് മാർക്കിംഗ് ഒക്കെ വരുത്തും. ഇത് മെറ്റൽ ഫോണാണെങ്കിലും ഗ്ലാസ് ഫോണാണെങ്കിലും പ്ലാസ്റ്റിക് ഫോണാണെങ്കിലും ഈ ഒരു അനുഭവം ഉണ്ടായിരിക്കും, പലർക്കും ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് എന്തുകൊണ്ട് ഇതിനൊരു തരണം ചെയ്യുന്ന രീതിയിൽ എന്തുകൊണ്ട് മാർഗ്ഗമൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ നോക്കുമ്പോഴാണ് മൊബൈൽ സ്കിന്നിനെ കുറിച്ച് അറിഞ്ഞത്. ഇങ്ങനെ ഒട്ടിക്കുന്ന ഈ ഒരു സ്റ്റിക്കറിൻ്റെ പേരാണ് മൊബൈൽ സ്കിൻ എന്ന് പറയുന്നത്. മൊബൈൽ സ്കിൻ ഒട്ടിക്കുമ്പോൾ ഉള്ള പ്രത്യേകമായിട്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ ഒരു മെച്ചം എന്ന് പറഞ്ഞാൽ ഈ ഫോണിന് ഒരു ഡിസ്റ്റിങ്ക്റ്റ് ലുക്ക് അല്ലെങ്കിൽ ഒരു കൂൾ ലുക്ക്, അങ്ങനത്തെ നല്ല രീതിയിലുള്ള ഒരു ലുക്ക് കൊടുക്കും എന്നുള്ള ഒരു കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിന് സ്ക്രാച്ച് റെസിസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റിക്കർ എന്ന് പറയുന്നത് സാധാരണ ഒരു സ്റ്റിക്കറല്ല, ഇതൊരു 3D മാർക്ക് ടൈപ്പുള്ള സ്റ്റിക്കറാണ്. അപ്പോൾ നമുക്ക് നല്ല രീതിയിലൊരു ഗ്രിപ്പും ഇത് തരും. ഫോണ് നമ്മുടെ കയ്യിൽ നിന്ന് സ്ലിപ്പായി വീഴാതിരിക്കാനും ഇത് സഹായിക്കും. തീർച്ചയായിട്ടും എങ്ങനെയാണ് ഈ ഗ്രിപ്പ് എന്ന് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ഇനി ഇതെങ്ങനെ അപ്ലൈ ചെയ്യാം, എങ്ങനെ ഇതിൽ ഒട്ടിക്കാം എന്നുള്ളതിനെ കുറിച്ച് പറയാം. പക്ഷെ എൻ്റെ കയ്യിലൊന്നും എയർ ഡ്രയർ ഇല്ലായിരുന്നു, ഞാൻ ഒട്ടിച്ചത്. ഓക്കെ, ഇനി അടുത്തായിട്ട് നമുക്ക് ഇതെങ്ങനെ അപ്ലൈ ചെയ്യാം എന്നതിനെ കുറിച്ച് സംസാരിക്കാം. ആദ്യമായിട്ട് ഞാനിവിടെ ഒട്ടിച്ചത് കേപ്സ് ഇന്ത്യ എന്നുള്ളൊരു ബ്രാൻഡിൻ്റെ സ്കിന്നാണ്. പല ബ്രാൻഡും ഉണ്ട്, കേപ്സ് ഇന്ത്യ, ഗാഡ്ജറ്റ് ഷീൽഡ്, അങ്ങനെ ഒരുപാട് കമ്പനീസ് ഉണ്ട്, ബ്രാൻഡുകളുണ്ട്. അപ്പോൾ ഇതിൽ നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു ബ്രാൻഡ് തോന്നുന്നത് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവർ എങ്ങനെ ഒട്ടിക്കണം എന്നുള്ളത് കറക്റ്റ് വീഡിയോ ആയിട്ടും അതുപോലെ തന്നെ പല പ്രസൻറ്റേഷനായിട്ടൊക്കെ അവർ കാണിക്കുന്നുണ്ട്. ഇതിൽ മെയിനായിട്ട് ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഇവർ ഒട്ടിച്ചൊട്ടിച്ച് വരുന്നത്. ആദ്യം ഫോണിൻ്റെ ബാക്കിൽ താഴ് ഭാഗത്തു നിന്ന് തുടങ്ങി, പിന്നെ അത് നല്ല രീതിയിൽ ഒട്ടിച്ചതിന് ശേഷം അതിൻ്റെ ബാക്കിയുള്ള പുറകു ഭാഗം, അങ്ങനെ ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തുടങ്ങുന്നു. ഈ ഓരോ സ്റ്റെപ്പിലും നമ്മൾ ആദ്യം ജസ്റ്റ് ഫോണിൽ ഒട്ടിക്കുന്നു, ചെറുതായിട്ട് അപ്പം തന്നെ ഒട്ടും. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റുന്നുണ്ടെന്ന് അപ്പം തന്നെ നമുക്ക് അത് പറിച്ചെടുത്തിട്ട് വീണ്ടും ഒട്ടിക്കാം. അതല്ലാതെ ഒരു പ്രാവശ്യം ഒട്ടിച്ചാൽ പിന്നെ പറിച്ചെടുക്കാൻ പറ്റില്ല എന്നുള്ള കേസൊന്നുമില്ല. സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മളെല്ലാം കറക്റ്റായിട്ട് ഒട്ടിച്ച് വന്നാൽ പിന്നെ അങ്ങനെ അടുത്ത സ്റ്റെപ്പിലൊക്കെ കറക്റ്റായിട്ട് പോയിക്കോളും. ഞാൻ 4-5 പ്രാവശ്യം പറിച്ചെടുത്തിട്ട് വീണ്ടും ഒട്ടിച്ചിട്ടൊക്കെയാണ് എൻ്റെത് കറക്റ്റായിട്ട് വന്നത്. ഓക്കെ, അങ്ങനെ ഒട്ടിച്ചതിന് ശേഷം ആണ് നമ്മൾ ഹീറ്റ് ചെയ്യേണ്ടത്. ഹീറ്റ് ചെയ്യുമ്പോഴാണ് ഇത് പെർമനൻ്റ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ ഇത് ഒട്ടി നിൽക്കുക. പിന്നെ പറിക്കുമ്പോൾ ചിലപ്പോൾ അത് വലിഞ്ഞിട്ടൊക്കെ ആയിരിക്കും പോരുക, പറിക്കാനൊക്കെ പറ്റും എന്നിരുന്നാൽ പോലും. അപ്പം അങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്. ഇവർ കാണിക്കുന്ന വീഡിയോയിൽ ഡ്രയറാണ് ഉപയോഗിക്കുന്നത്, ഹെയർ ഡ്രയറാണ് ഹീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. പക്ഷേ എൻ്റെ കയ്യിൽ അതൊന്നും
ഒട്ടിച്ചതൊന്നുമില്ല. ഞാൻ ഇതെങ്ങനെ ഉണ്ടാവും, നമ്മുടെ വീട്ടിൽ സ്റ്റൗ ഉപയോഗിച്ചിട്ട് ഒട്ടിക്കാൻ പറ്റുമോ, അത് ഓണാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഹോട്ട് എയർ ആയിരിക്കുമല്ലോ, അപ്പോൾ അതിലൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും വാങ്ങി അങ്ങനെ ഒട്ടിച്ച് നോക്കി. അങ്ങനെയാണ് ഞാൻ ഒട്ടിച്ചത്, അല്ലാതെ എയർ ഡ്രയർ ഒന്നുമില്ല. ജസ്റ്റ് ഗ്യാസ് സ്റ്റൗ ഓണാക്കി എന്നിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഞാൻ ഒട്ടിച്ചത്. ഓക്കെ, ഓവറായിട്ട് ഹീറ്റ് ആക്കരുത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറുതായിട്ടൊരു ഹീറ്റ് മതി ഇത് ഒട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റി ഉള്ള ബ്രാൻഡിൻ്റേത് വാങ്ങുക. 3M സ്റ്റിക്കറൊക്കെ വാങ്ങിയാൽ നമ്മുടെ ഫോണിൽ റെസിഡ്യൂ വരാതിരിക്കാൻ, അതായത് ഇത് ഒട്ടിച്ചത് കാരണം പിന്നീട് നമ്മൾ അത് പറിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഒരു മാർക്കിങ് വരാത്ത രീതിയിലുള്ള അങ്ങനെ ഗ്യാരണ്ടി തരുന്ന സാധനം വാങ്ങുക. അതുപോലെ തന്നെ ഗ്രിപ്പുള്ള ടൈപ്പ് വാങ്ങാൻ ശ്രദ്ധിക്കുക. പിന്നെ വേറെ കാര്യം വെച്ചാൽ ക്യാമറയ്ക്ക് വേണ്ടിയിട്ടും സെപ്പറേറ്റ് ആയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഓരോന്ന് നമുക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ ലോഗോക്കും സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. അങ്ങനെ നമ്മൾ നോക്കിയിട്ട് വാങ്ങാം. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ ഈ സ്കിന്ന് മാത്രം ഒട്ടിച്ചാൽ നമുക്ക് സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഗ്രിപ്പും കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷേ ഫോണ് താഴെ വീണാൽ പ്രൊട്ടക്ഷൻ കൊടുക്കും എന്ന് പറയാൻ പറ്റില്ല. ചെറിയ രൂപത്തിലുള്ള ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുമായിരിക്കാം, പക്ഷേ ബാക്ക് കവറും അല്ലെങ്കിൽ ടെമ്പേർഡ് ഗ്ലാസ് ഒന്നും കൊടുക്കുന്ന ആ ഒരു രീതിയിലുള്ള ഒരു പ്രൊട്ടക്ഷൻ തീർച്ചയായിട്ടും കൊടുക്കാൻ സാധിക്കില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. അതായത് ഏകദേശം പണ്ടുള്ള സ്ക്രീൻ ഗാർഡ് ഉണ്ടല്ലോ, ആ ഒരു ഫിലിം, ആ ഒരു ടൈപ്പിനേക്കാളും കുറച്ചൊരു കട്ടി കൂടിയൊരു മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ ചെറിയ ഡ്രോപ്പൊക്കെ ഇത് സംരക്ഷിക്കാൻ സാധിക്കും. എന്ന് വെച്ച് നല്ല രീതിയിലുള്ള ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കും എന്നൊന്നും ഒരിക്കലും പറയാൻ സാധിക്കില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു പ്രൊട്ടക്ഷൻ വേണം എന്നുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ സ്കിൻ ഒട്ടിച്ചതിന് ശേഷം ബാക്ക് കവറും അല്ലെങ്കിൽ ടെമ്പേർഡ് ഗ്ലാസ്സൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ കുറേ കാലത്തിന് ശേഷം ഫോണിൽ ബാക്ക് കവർ ഇട്ട് കാരണമുള്ള സ്ക്രാച്ച് ഒഴിവാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഡ്രോപ്പ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും. പിന്നെ ഒരു ക്ലിയർ കേസാണ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ക്ലിയർ ബാക്ക് കവറാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ ആ സ്റ്റിക്കർ ഒട്ടിച്ചത് അല്ലെങ്കിൽ സ്കിൻ ഒട്ടിച്ചത് അതിൻ്റെ ഒരു കളറും കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ബ്രാൻഡുകളുടെ വെബ്സൈറ്റ് കയറിയാൽ നമുക്ക് ഓരോരോ ഡിസൈനും നമുക്കിഷ്ടമുള്ളതിനനുസരിച്ച് മാറ്റാൻ പറ്റും. നമുക്കിഷ്ടമുള്ള ഇത് സെലക്ട് ചെയ്തിട്ട് എങ്ങനെ ഇരിക്കും എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ ഫോൺ സെലക്ട് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. പിന്നെ ഈ കേവ്സിൻ്റെ വാങ്ങിയത് ഞാൻ ഏകദേശം 519 രൂപയാണ് വില കൊടുത്തത്. ശരിക്കും 577 രൂപ അങ്ങനെ എത്രയാണ്. പക്ഷേ ഈ ബീബോം അല്ലെങ്കിൽ ടീ ചോക്ക് ഇങ്ങനെയുള്ള യൂട്യൂബ് ചാനലിന് ഒരു ഡിസ്കൗണ്ട് കോഡ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ചാൽ നമുക്ക് 10% ഡിസ്കൗണ്ട് കിട്ടും. അങ്ങനെ 519 രൂപക്കാണ് ഞാനിത് വാങ്ങിച്ചത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ സ്കിന്നിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ നിങ്ങളിവിടെ പുതിയതാണെങ്കിൽ ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസും കണ്ടു നോക്കുക. ആ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും ആൻസേഴ്സ് വ്യൂസ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.